പാർട്ടിയും ഒരാളും തമ്മിലുള്ള യുദ്ധം എന്ന് പോലും പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനെ ഒരു മണ്ഡലം കൂടി ഉണ്ട് കേട്ടോ. അത് കൊല്ലമാണ്. കൊല്ലത്ത് NK പ്രേമേന്ദ്രനും CPM-ഉം തമ്മിലാണ് മത്സരം. കണ്ണൻ നായർ നമുക്ക് പോണ്ട്. 1.5 ലക്ഷം കണ്ണൻ, 1.5 ലക്ഷത്തിന്റെ മാർജിൻ. പ്രേമചന്ദ്രൻ അല്ലാതെ കൊല്ലത്തിനൊരു പകരക്കാരനില്ലെന്ന UDF-ന്റെ ആത്മവിശ്വാസം. 51% അവിടുത്തെ വോട്ട് വിഹിതത്തിന്റെ ആധികാരികത. ഇതൊക്കെയാണ് അട്ടിമറിക്കാൻ മുകേഷിന് കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച CPM-ന്റെ മുഴുവൻ സംഘടനാ ശേഷി. ഇതിലാര് വിജയിക്കും? NK പ്രേമേന്ദ്രൻ തന്നെയാണ് മുൻതൂക്കം പറയാതിരിക്കാൻ സാധിക്കില്ല. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനവും അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനവും NK പ്രേമേന്ദ്രൻ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. ആ പോരാട്ടത്തിൽ വലിയ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ LDF-ന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. കാര്യം കഴിഞ്ഞ ഒരു മാസമായി പല പ്രവർത്തകരോടും ജനങ്ങളോടും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ NK പ്രേമേന്ദ്രൻ എന്നുള്ളൊരു പേരാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആർക്കാണ് അനുകൂലം എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കുക അസാധ്യമാണെങ്കിൽ പോലും ഏറ്റവും എടുത്തു പറയേണ്ട പ്രേമേന്ദ്രന് ഏറ്റവും ലീഡ് കിട്ടാൻ സാധ്യതയുള്ളത് RSPയുടെ ഉരുക്കുകോട്ടായി എന്നറിയപ്പെടുന്ന ചവറയിൽ നിന്നായിരിക്കും. അതിനുശേഷം കുണ്ടറ, പിന്നീട് കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, പിന്നീട് ചടയമംഗലം, പുനലൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ LDF-ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. പുനലൂരിലായിരിക്കും LDF-ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യതയെന്ന് തന്നെയാണ് CPM-ന്റെയും അതുപോലെ തന്നെ LDF നേതാക്കന്മാരുടെയും വിലയിരുത്തൽ. ചടയമംഗലം രതീഷിന് ഏറ്റവും അടുത്തറിയുന്ന മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിലും കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ LDF നേതൃത്വം പങ്കുവെക്കുന്നു. UDF നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പരമാവധി 1.25 ലക്ഷം, അതായത് കഴിഞ്ഞ വർഷത്തെ 1,48,000 എന്ന വോട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലേക്ക് പോകില്ല എന്ന് UDF വിലയിരുത്തുന്നു. കാര്യം 6% വോട്ടർമാർ കഴിഞ്ഞ തവണത്തെ കുറച്ചാണ് ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും 1.5 ലക്ഷത്തിലേക്കൊന്നും ഭൂരിപക്ഷം പോകില്ല എന്ന് UDF നേതാക്കൾ പറയുന്നു. എന്നാൽ 30,000-ൽ പരം വോട്ടുകൾക്ക് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് LDF പങ്കുവയ്ക്കുന്നത്. കാര്യം മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടൻ ആയിട്ടുള്ള വ്യക്തി, ഒപ്പം തന്നെ ജനങ്ങളോട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ സാധിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വോട്ടുകൾ പരമാവധി നേടി വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. മൂന്നാമതെടുത്ത് പറയേണ്ടത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന താരത്തിൻ്റെ BJP സ്ഥാനാർത്ഥിയുടെ ഒരു കടന്നുവരവ് തന്നെയാണ്. ആ വ്യക്തി എത്ര വോട്ട് നേടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നോക്കിക്കാണേണ്ടത്. അത് ഏത് ഭാഗത്ത് നിന്ന് LDF-ൽ നിന്നാണോ UDF-ൽ നിന്നാണോ കൂടുതൽ വോട്ട് പിടിക്കുന്നത്? കാര്യം കഴിഞ്ഞ തവണ KV സാബു എന്ന് പറയുന്ന NDA സ്ഥാനാർത്ഥി 1,03,000-ൽ പരം വോട്ടുകൾ പിടിച്ചെങ്കിൽ ഇക്കുറി BJP കണക്ക് കൂട്ടുന്നത് പരമാവധി 1.5 മുതൽ 1,80,000 വോട്ടുകൾ വരെ നേടാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇപ്പോഴും രാഷ്ട്രീയ നേതൃത്വവും മറ്റ് ആൾക്കാരും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് NK പ്രേമേന്ദ്രനെ അട്ടിമറിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് LDF എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇന്നലെ ഞാൻ ഈ കൊല്ലത്തിന്റെ കാര്യം സംസാരിക്കുമ്പോൾ കൃഷ്ണകുമാറിനെ പറ്റി പറഞ്ഞിരുന്നു, BJP സ്ഥാനാർത്ഥിയെ പറ്റി, അവരുടെ പെൺമക്കളെ പറ്റിയൊക്കെ. ഇപ്പം വൈകിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സത്യസന്ധമായി പറയും, എങ്ങനെയാണ് കാര്യങ്ങൾ? സ്വകാര്യമായി സംസാരിച്ച കാര്യങ്ങൾ എല്ലാം പറയാൻ കഴിയില്ല എങ്കിലും അദ്ദേഹം പറയുന്നത് വോട്ട് വലിയ തോതിൽ അവിടെ കൂടാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 1 ലക്ഷം വോട്ട്, 1 ലക്ഷത്തിൽ പരം വോട്ടായിരുന്നു. 1 ലക്ഷം എന്ന് തന്നെ നമുക്ക് കൂട്ടാം. 1 ലക്ഷം വോട്ടായിരുന്നുവെങ്കിൽ അത് ഇരട്ടിക്കും, അതിന് മുകളിലേക്കും പോകും. അങ്ങനെയെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? ആരുടെ വോട്ടാണ് കൊല്ലത്ത് ചോരാൻ പോകുന്നത്? ആരുടെ വോട്ട് അവിടെ ചോരുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ കൃഷ്ണകുമാർ ചോദിക്കുന്നുണ്ടായിരുന്നു. 2ാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് പോലും 3.5 ലക്ഷം വോട്ടുകളാണ്. അതായത് 2.5 ലക്ഷം വോട്ടിന്റെ വ്യത്യാസം BJP-യുമായി അവിടെ LDF വോട്ടിന് പോലും ഉണ്ടായിരുന്നു. എത്ര വോട്ട് വിഹിതം മാറിയിട്ടുണ്ടെങ്കിലും ഒന്നും സംഭവിക്കില്ല. അല്ല, അത് ഭൂരിപക്ഷത്തെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ആരുടെ വോട്ടായിരിക്കും ചോരുക എന്ന ചോദ്യമാണ് അദ്ദേഹവും മുന്നോട്ട് വെച്ചത്.